ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ ഇന്ന് ഭയങ്കര സ്പെഷ്യൽ വ്ളോഗാട്ടോ. കാരണം നമ്മുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുള്ള ഫസ്റ്റത്തെ ഇതാട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ആട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് രാവിലെ തുടങ്ങിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടെങ്കിലും വ്ളോഗ് എഡിറ്റ് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴെന്തായാലും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ മുറ്റടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ട്. അപ്പോഴത്തേക്കും ഇത് വാപ്പിച്ചത് പാല് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാപ്പിച്ചോട് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞത് വീണ്ടും ഞാൻ മുറ്റടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്. ഇത് രണ്ട് കുട്ടികൾ എണീച്ച് ഉറക്കത്തിൽ നിന്ന് എണീച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്ന് പിന്നെ ബാക്കി പരിപാടികളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ബീഫ് കറി വെക്കണം. അതിനുശേഷം പിന്നെ ഉച്ചയ്ക്ക് കുഴിമന്തി വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഴിമന്തിക്ക് പിന്നെ സവാളയും കാര്യങ്ങളൊന്നും വേണ്ടാത്തത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് സവാളയൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ടായി. പക്ഷേ കൈയോടെ ഞാൻ ബീഫ് കറി വെക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. പിന്നെ നമുക്കത് കുഴിമന്തിക്ക് വേണ്ടിയിട്ടുള്ള മസാല സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കണം. കുക്കുമ്പർ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇതിൽ ഓണിയൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ക്യാപ്സിക്കം അതിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ആ ഒരു ബ്ലേഡാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ബ്ലേഡ് മാറ്റിയൊക്കെ വെച്ചിട്ട് അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുഴിമന്തിയുടെ മസാല തലേ ദിവസം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തലേ ദിവസം ഷോപ്പിങ്ങിന് പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം 11 o'clock ആയിട്ടുണ്ടായി. പിന്നെ കുട്ടീസിന് മൈലാഞ്ചിയൊക്കെ ഇടാനുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് പിന്നെ പിറ്റേന്ന് തന്നെ രാവിലെ ഞാൻ ബീഫ് കറി വെക്കുന്ന ആ ടൈമിൽ തന്നെ ഇതും കൂടി ഒന്ന് സെറ്റാക്കി മസാലയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചതിനെ കുറച്ച് നേരം എന്തായാലും നമുക്ക് ടൈം കിട്ടുമല്ലോ അതൊന്ന് ഇതായി പിടിച്ച് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതും ചെയ്തിട്ടുണ്ടായി. ഈദ് മുബാറക്ക് പറഞ്ഞ ഈദ് മുബാറക്ക്. മൈലാഞ്ചി മൈലാഞ്ചി അതിൽ ചെയ്തപ്പോൾ നമുക്കത് ക്യാപ്സിക്കും മുണയനൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സവാളയൊക്കെ ഏകദേശം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കുക്കറിലേക്ക് ഞാൻ സവാളയൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ബീഫ് ഒന്ന് സെറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് വേവുന്ന ടൈമിൽ ഞാൻ പിന്നെ അതേക്കും ചിക്കനിക്ക് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇതേ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക് ആർക്ക് മുൻകാൻ ചിക്കൻ നമ്മൾ വലിയ പീസായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് ഓരോ ഭാഗത്തൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ അതേ പെപ്പർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ അതേ ഗരം മസാല പൗഡർ ഉണ്ടായി, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ ഞാൻ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത്. പിന്നെ നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ ഓണിയനും അതേപോലെ തന്നെ ക്യാപ്സിക്കും, അപ്പോൾ അതും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് പുതിനയില, അതായത് മല്ലിയിലേനെക്കാട്ടി കുറച്ച് സൈസിലായിരുന്നിട്ട് പുതിന എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട്. പിന്നെ നമ്മുടെ മെയിൻ കണ്ടൻറ്റ് ആയിട്ടുള്ളത് മാഗി ക്യൂബ്സ്, അപ്പോൾ അത് 2 ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ മാഗി കടലിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ല. അവസാനം ഇതെല്ലാം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ചെറിയൊരു ഉപ്പ് കൂടി കുറവുകൾ തോന്നിയിട്ടുണ്ടായി. പിന്നെ ഞാൻ ഒരു ക്യൂബ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈ കൊള്ളൂലടി, കുറച്ചെടുത്താണ് സന ഇട്ട് കൊടുത്തേടി മാല.
പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി പൗഡർ എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താട്ടോ, അല്ലാണ്ട് എക്സ്ട്രാ കളേഴ്സൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി ഇത് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട്, അപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തേക്കണത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം, അതായത് എത്രത്തോളം ടൈം നമ്മളത് വെക്കുന്നു അത്രത്തോളം നമുക്ക് നല്ലതായിട്ട്. അപ്പോൾ ഞാൻ കുറേ നേരം കണ്ടത് ഫ്രിഡ്ജിൽ സെറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുട്ടീസിനൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരും പള്ളിയിൽ പോകണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ആലിയായും വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് റെഡിയാക്കി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവരെയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവരിതേ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതായിരുന്നു. കണ്ടില്ല. റെഡി ആയി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഹെസാടെ ചവിട്ടുനാടൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും അല്ല, കേക്ക് എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഒരുമിച്ച് കുട്ടീസ് എല്ലാവരും ഒരുമിച്ച് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടതായിരുന്നു കേട്ടോ. പക്ഷേ ബാപ്പിയുടെ ഒപ്പം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഹെസ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അത് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആലിയായും സനായും ഹയാസും കൂടി ഇതേ ഇക്കാക്കടെ ബ്രദറിൻ്റെ ഒപ്പം കൊണ്ട് പോകുന്നത്. അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു വിട്ടിട്ട് പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് ബാക്കി പിന്നെ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ പെരുന്നാൾ സ്കരിച്ചതിന് ശേഷം പിന്നെ ഇത് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മിറർ സെൽഫി ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലത്തെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബട്ട് കിച്ചണിൻ്റെ അവസ്ഥ ഇതേ കാണുന്നത് ഇപ്പോൾ ഇതാണ്. അറ്റം തുടങ്ങി അറ്റം വരെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാനായിട്ട്. വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. കോവയ്ക്ക ഉണ്ടായിരുന്നു, ടൊമാറ്റോ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറച്ച് മാങ്ങ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മുഹബത്ത് കാ സർബത്ത് വാട്ടർമെലൺ ഉണ്ടായി. അപ്പോൾ അത് വെച്ച് അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വരുന്നവർ പെരുന്നാളായിട്ട് എന്തായാലും എല്ലാവരും വരുമല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് പള്ളിയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇതൊന്നും വീടൊന്നും അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാനൊന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരി നമ്മൾ വാങ്ങിച്ചതായിരുന്നു. പിന്നെ അതേപോലെ നേരത്തെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പത്തിരിയും ബീഫ് കറിയൊക്കെ കൂടി നമ്മൾ അൽഹംദുലില്ലാ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചിട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ അൽത്താഫ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനോട് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ അവൾ കഴിച്ചാർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാവരും, അതേപോലെ തന്നെ കൊച്ചാപ്പട വീട്ടിലുള്ളവരും, അതേപോലെ തന്നെ മുത്തപ്പട വീട്ടിലുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ അവർക്ക് ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഇത് നമ്മൾ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് കണ്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ദേവല്ലും അടൊപ്പം ഇരുന്ന് എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് വീണ്ടും ബാക്ക് ടു കിച്ചണിൽ നമുക്ക് ഇനി ഉച്ചക്കത്തേക്കുള്ള കാര്യം നോക്കണമല്ലോ. മോർണിംഗിലെ കാര്യം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള കുഴിമന്തിക്കുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. ഓൾറെഡി മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുഴിമന്തിക്ക് വേണ്ടിയിട്ടുള്ള അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഒരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ നമ്മൾ വേവിക്കാൻ വേണ്ടി എടുത്തിട്ട്, അപ്പോൾ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ തീ ഒന്ന് നമ്മൾ സിബിലിട്ടിട്ടായിരുന്നു ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ സൈഡും നല്ല രീതിക്ക് ഞാനത് വേവിച്ചെടുത്തായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഇത് അറബിക് സാലഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് വെക്കണം, കൊലക്സിൽ വെക്കണം. അതെ, മതിയോ? മതി.
നമ്മുടെ അറബിക് സാലഡ് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കുക്കറിൽ അരി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് സ്പൈസസ് ഇട്ടുണ്ടായിരുന്നു. നമുക്ക് ബിരിയാണിക്ക് വേണ്ട അത്ര സ്പൈസസ് ഇതിന് വേണ്ടല്ലോ. അപ്പോൾ കുറച്ച് സ്പൈസസ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ ലേശം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി വെച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരി ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മര്യാദ നിന്നോളണം. ബിരിയാണി കുട്ടി ഗ്ലാസ് നമ്മളെ ഫുൾ ജാർ സോഡയുടെ ഗ്ലാസ്സിൽ രസാക്ക് ആര്യ ഞാൻ അറബിക് സാലഡ് വെള്ളം പെട്ടെ എങ്ങനെയുണ്ട് ചോറ് നോക്കിയാ നീ എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട് ചോറ് ജാമു അൽഹംദുലില്ലാ നമ്മൾ എല്ലാവരും വരുന്നത് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ആലിയ നമ്മുടെ ഒപ്പം നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ടൈമിലായിരുന്നു അപ്പോൾ അമ്മയും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയും നമുക്ക് വാഴല ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് അമ്മ ഞാൻ സെപ്പറേറ്റ് പ്ലേറ്റിലിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതേ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കുറച്ച് നേരം ഞാൻ പോയി ഉറങ്ങിയിട്ടുണ്ടായി. ഉറങ്ങി എണീച്ച് വന്നതിന് ശേഷമായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കലാപരിപാടി നമുക്ക് കുറച്ച് ട്രാൻസിഷൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഉച്ചയായപ്പോഴത്തേക്കും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ കുട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇനി പിന്നെ എൻ്റെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയപ്പോൾ ഒരുപാട് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ വരായപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് പോണത്. ഇത്തവണ ലാസ്റ്റ് ആണ്ടോ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇത്താത്തമാരും കുട്ടീസൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായി. ഞാൻ വന്നതിന് മുമ്പ് അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ വീട്ടിലെത്തി പിന്നെ കുറേ നേരം അവിടേക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞതിന് ശേഷം പിന്നെ തറവാട്ടിൽ കൊച്ചപ്പന്മാരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്തും ഇത് കിച്ചൺ സെറ്റും കൂടെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതേ കുട്ടീസായിട്ടുള്ള മാൻഡേറ്ററി ഫോട്ടോ സെഷനൊക്കെ അതിന് ശേഷം പിന്നെ ഇതേ നമ്മളെല്ലാവരും ഇതേ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.
ചെറിയ ഉള്ളോടി കാരോട്